പൊന്നടാ എന്താണ് കാണിക്കുന്നത്? ഹായ് ഗൈസ്, മച്ചാമാരെ എന്തൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചാമാരെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടി നമ്മൾ ഒരുപാട് കാലമായി നമ്മളൊന്ന് സർവീസ് ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഷോറൂമിൽ പോയിട്ട് സ്പെയർ വാങ്ങിയിട്ടൊന്ന് സർവീസ് ചെയ്യാൻ പോവാണ്. നമ്മൾ തിരൂര് LIT മോട്ടോഴ്സിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഞാൻ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ സ്പെയർ മേടിക്കാറ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പെയർ വാങ്ങിയിട്ട് വരാം. എന്തായാലും ഇവിടുന്ന് സർവീസ് ചെയ്യുമ്പോൾ ഇവർക്ക് വണ്ടി ഇട്ട് കൊടുക്കേണ്ടി വരും. നമുക്ക് എന്തായാലും വണ്ടി ഇട്ട് കൊടുക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സ്പെയർ വാങ്ങിയിട്ട് വരാം. V3 ഓയിൽ ഫിൽറ്റർ ഇവിടുന്ന് മാറാൻ കൊണ്ടുപോകാൻ പെട്ടെന്ന് ചെയ്യാൻ ടൈം തീർക്കാൻ ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ? RMP ഓയിൽ ഫിൽറ്റർ ഇതില്ല, സ്പെയർ തന്നെ. കൂളൻ്റെ എന്താ റേറ്റ് വരുന്നത്? കൂളൻ്റെ വലിയ ബോട്ടിലുണ്ടാവും 300 രൂപ. ചെറുതൊക്കെ വേണമെങ്കിൽ പുറത്തുണ്ട്. വലിയ ബോട്ടിലാണ്. അപ്പോൾ ബോട്ടിൽ ഓക്കെ. എയർ ഫിൽറ്ററോ 250. ഇതാണ് പോരാ. ഓയിൽ ഫിൽറ്ററും കൂടി 782 രൂപ. പിന്നെ ഷോറൂമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കിപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് അവർക്ക് ഓൾറെഡി അത്യാവശ്യം വർക്ക് പെൻഡിങ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് പിന്നെ അവർ ചെയ്യില്ല. എന്തായാലും ഇത് ഞാൻ ഷോറൂമിൽ നിന്ന് മാറ്റിക്കാറില്ല. ഞാൻ പുറത്ത് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യാറ്. എന്തായാലും നമുക്ക് ഒന്നും ചെയ്യാം. ഇപ്പം നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ അയൺ ചെയ്ത് തരുമെന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും പുള്ളിക്കാരൻ നമ്മുടെ വർക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് തന്നു. കാരണം ഓയിലും മാറി, പിന്നെ കൂളൻ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കൂളൻറ്റും ഫില്ല് ചെയ്ത്, പിന്നെ ചെയിൻ സ്പോക്കറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം വണ്ടിയുടെ നോർമൽ വർക്കൊക്കെ എടുത്ത്. അപ്പോൾ ഇനി എന്തായാലും പൊല്യൂഷൻ എടുക്കാൻ പോവാം. കാരണം വണ്ടിക്ക് ഇപ്പോൾ ഓൾറെഡി പൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഇനി എന്തായാലും നേരെ പൊല്യൂഷൻ എടുക്കാൻ പോവാം. ഇനി പോണ വഴിക്ക് വല്ല ചെക്കിങ്ങോ പോലീസൊക്കെ ഉണ്ടെങ്കിൽ ഇനി അതിന് ഫൈൻ അടക്കേണ്ടി വരും. എന്തായാലും പൊല്യൂഷൻ എടുത്തിട്ട് പോവാം. പതിനെട്ട് 95.
1 year ही है. പൊല്യൂഷൻ്റെ റൂൾ ഇപ്പോൾ കംപ്ലീറ്റ് മാറിയാണ്. ഇപ്പോൾ OTP ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൊല്യൂഷൻ എടുക്കാൻ. ഓരോ തവണ പൊല്യൂഷൻ എടുക്കുമ്പോൾ പല രീതിക്കാണ് ഓരോ നിയമം വരുന്നത്. എന്നുള്ളത് അപ്പോൾ പോകുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. എൻ്റെ പൊന്നടാവേ, എന്താണ് കാണിക്കുന്നത് മച്ചാനെ? എൻ്റെ പൊന്നേട്ടാ, ശ്രദ്ധിക്കണ്ടേ? അയാളല്ലേ ഏട്ടൻ്റെ ഭാഗത്താണ് തെറ്റി. പൊന്നോ, എങ്ങനെ ഡയറി ചെയ്യാത്ത ഓരോരുത്തരന്മാരിങ്ങനെ അറിയുമ്പോൾ. ആ ഓട്ടോയിലുള്ള ചേട്ടൻ ഈ കാറിലുള്ള ചേട്ടനാണ് ചീത്ത പറഞ്ഞത്. കാരണം എനിക്ക് ആ കാറുള്ള ചേട്ടൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പുള്ളിക്കാരൻ്റെ രീതിക്ക് തന്നെയാണ് വണ്ടി ഓട്ടിക്കുന്നത്. ഓവർ സ്പീഡൊന്നുമില്ല, നോർമലായിട്ട് തന്നെയാണ് പോയിരുന്നത്. പക്ഷെ ഇയാൾ റോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ ക്രോസ് ചെയ്തിട്ടാണ്. അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇതിൽ ആരെ ഭാഗത്താ തെറ്റുകൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് കൊണ്ട് ഓടിക്കുക, പയ്യെ പോവുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.